അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നാളെ നടക്കാനിരിക്കുന്ന ലിസാനുൽ ഖുർആൻ പരീക്ഷയിൽ ഉപകാരപ്പെടുന്നതായ ഒരു മോഡൽ പേപ്പറുമായിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പ്രവർത്തനം നുക്കമ്മിലു ബിമ യുനാസിബു യുനാസിബു യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കാനാണ്. മുകളിൽ കൊടുത്തിട്ടുള്ള ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള യോജിച്ച പദം താഴേക്ക് എഴുതി കൊടുത്തത് പൂർത്തിയാകുമ്പോൾ ശ്രദ്ധിക്കണം, ഓരോന്നും യോജിച്ചതാണോ എന്ന് മനസ്സിലാക്കണം. എല്ലാത്തിനും എല്ലാ വാക്കുകളും യോജിക്കൂല. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് യോജിച്ചതാണോ എന്ന് മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് യസ്മഉ മാജിദുൻ. യസ്മഉ മാജിദുൻ, മാജിദ് കേൾക്കുന്നു. ഇതിൻ്റെ യസ്മഉ എന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം അല്ലേ? കേൾക്കുന്നു എന്ന. അപ്പോൾ എന്തായിരിക്കും കേൾക്കുക? അതിന് യോജിച്ചത് ഓരോന്നിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഇവിടെ കാണാം അൽ അദാന, ബാങ്ക്. മാജിദ് ബാങ്ക് കേൾക്കുന്നു. അപ്പോൾ ശരിയായത് ഇങ്ങോട്ട് എടുത്തെഴുതണം. 2 തഷ്റബു ഫാത്തിമത്തു. ഫാത്തിമ എന്ത് ചെയ്യുന്നു? കുടിക്കുന്നു. എന്ത്? മുകളിലുണ്ട് അഷായ എന്നുണ്ട്, അതുപോലെ തൊയ്യൂർ എന്നുണ്ട്, ദീനി എന്നുണ്ട്, വാഹിദ് എന്നുണ്ട്. കുടിക്കുന്നത് ഷായയാണ്, ചായ. അവിടെ യഷ്റബ് നോക്കിയാൽ മനസ്സിലാവും, കുടിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഫിഅലുകൾ നോക്കിയിട്ട് നമുക്ക് ഏതാണ് യോജിച്ചതെന്ന് മനസ്സിലാക്കാം. 3 ഇൻദി ജവ്വാലുൻ. എൻ്റെ അടുക്കൽ ജവ്വാലുൻ, മൊബൈൽ ഫോൺ ഉണ്ട് അല്ലേ? ഇനി യോജിച്ചത് ഏതാ? മുകളിൽ കാണാം വാഹിദുൻ. ഹിന്ദി ജവ്വാലുൻ വാഹിദുൻ, എൻ്റെ അടുക്കൽ ഒരു മൊബൈൽ ഫോണുണ്ട്. 4 അന മുസ്ലിമൻ, ഞാൻ മുസ്ലിമാണ്. അൽ ഇസ്ലാമു, ഇസ്ലാമാണ്. എന്ത്? ദീനി, എൻ്റെ ദീൻ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇതിൽ എക്സ്ട്രാ ഒന്ന് കൊടുത്തത് കൺഫ്യൂഷൻ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി അടുത്ത പ്രവർത്തനത്തിൽ നുക്കമ്മിലു ബി കലിമാത്തി അൽ മുനാസിബി. യോജിച്ച കലിമത്ത് കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കാനാണ്. ഈ കോളത്തിൽ കൊടുത്തിട്ടുള്ള വാക്കുകൾ എവിടേക്കാണ് എടുത്തെഴുതേണ്ടത് എന്ന് മനസ്സിലാക്കുക. 1 ഒരു കുട്ടി ഒരു മരത്തിൻ്റെ മുകളിലിരിക്കുന്ന പൂച്ചയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇവിടെ ഉണ്ട് അൽ ഹിറത്തു, പൂച്ച എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ മനസ്സിലാക്കണം ഏതാ യോജിച്ചത് എന്ന്. ഇവിടെ മരം കാണുന്നുണ്ട് അല്ലേ? ഷജറത്തുൻ. ഷജറത്ത് എന്ന മരമാണല്ലോ. അപ്പോൾ അൽ ഹിറു അൽ ഷജറത്തി, പൂച്ച ഇവിടെയാണ്, മരത്തിന്മേലാകുന്നു. അതിങ്ങോട്ട് എടുത്തെഴുതാം. 2 അൽ കലമു, കലമ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പേന. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണെന്ന് കൺഫ്യൂഷൻ ആയാൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ചോദ്യം നോക്കുക. ആദ്യം അറിയണ ഉത്തരം ഫസ്റ്റ് എഴുതുക. ചിത്രം നോക്കിയിട്ട് അതിന് യോജിച്ചത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതെടുത്ത് എഴുതുക. അല്ലാതെ ഓർഡറിൽ തന്നെ കിട്ടാൻ നിന്നാൽ ചിലപ്പോൾ ടൈം അങ്ങനെ പോവും പരീക്ഷൻ്റെ. അൽ കലമു, പേന എവിടെയാണ്? ഫിൽ ജൈബി, പോക്കറ്റിലാണ്. ജൈബ് എന്നാണ് പോക്കറ്റ് കേട്ടോ. ചിലപ്പോൾ അതൊക്കെ അർത്ഥം ചോദിക്കാറുണ്ട്. 3 ഒരു കുട്ടി ഒരു പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു മേശൻ്റെ മുകളിൽ. അവിടെ കൊടുത്തിട്ടുണ്ട് അൽ കിതാബു, പുസ്തകം എവിടെയാണ്? അൽ താവിലത്തി, മേശമേലാകുന്നു. ഇനി അടുത്ത പ്രവർത്തനം നുക്കമ്മിലു അസ്സഹീഹു മിനൽ ഖൗസൈനി. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കണം. ഇതിലേതാണ് ശരിയായതെന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്ന് സിമ്പിളാക്കി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഒന്നാമത്തേത് ഡാഷ് സ്വദീഖി. ഇവിടെ എൻ്റെ കൂട്ടുകാരൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഹാദ എന്നും ഹാദിഹി എന്നും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായത് ഇങ്ങോട്ട് എടുത്തെഴുതണം. ഏതാണ് ശരിയായത്? ഹാദ. കാരണം ഇത് പുല്ലിംഗാണ്, അതായത് പുരുഷൻ നമുക്ക് പറയാം, പുരുഷനും സ്ത്രീയും ആ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് താ ഉണ്ടെങ്കിൽ, ഇതിൽ താ അവസാനത്തിലുണ്ടെങ്കിൽ
നമുക്ക് മനസ്സിലാക്കുക ഹാദിഹി എന്നാണ് ചേർക്കുക. ഇനി ത ഇല്ലെങ്കിൽ ഹാദ എന്നും ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഹാദ എന്ന പുരുഷനും ഇനി ഹാദിഹി എന്നാണെങ്കിൽ അത് സ്ത്രീക്കും, അതായത് ത ഉണ്ടാകുമ്പോൾ അത് ഹാദിഹിയാണ് എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ സ്വദീഖി എന്നതിൽ ത ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാദ ചേർത്ത് കൊടുക്കുന്നു. 2 ഡാഷ് ദാരിസുൻ. ഇവിടെ ഏതാണ് ചോദിച്ചത്? ഹുവ ദാരിസുന്നുണ്ട്, അതുപോലെ അന ദാരിസുന്നുണ്ട്. ഇവിടെ രണ്ടും സൂട്ട് തന്നെയാണ് ഏകദേശം, പക്ഷേ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. ഇനി 3 യാ ഫാത്തിമത്തു, ഏ ഫാത്തിമ ഡാഷ് നാജിഹത്തുൻ, നീ ആരാണ്? വിജയിയാണ് എന്ന് പറയണം. അപ്പോൾ അവിടെ നീ എന്നതിന് അൻത എന്നതാണോ ചേർക്കുക അഥവാ അൻതി എന്നതാണോ? സിമ്പിളാക്കി മനസ്സിലാക്കുക. നമ്മൾ സ്ത്രീയാണെങ്കിൽ നേരെ പോകേണ്ടത് അൻതി എന്നതിലേക്കാണ് കേട്ടോ, അൻതി. അപ്പോൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് അൻതി. പുരുഷനാകുമ്പോഴാണ് അൻത എന്ന് കൊടുക്കുക. 4 ഡാഷ് അൽ വലതു ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക് ആൺകുട്ടി ഡാഷ് എന്താ ചെയ്യുക? പോവല്ലേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുരുഷനാകുമ്പോൾ യാ ആയിരിക്കും, സ്ത്രീ ആകുമ്പോൾ ത ആയിരിക്കും തുടക്കത്തിൽ. അപ്പോൾ അതായതാണ് യദ്ഹബു എന്നതാണ് വരിക, കാരണം ഇവിടെ വലതാണ്, ആൺകുട്ടിയാണ്. അപ്പോൾ ആൾക്കനുസരിച്ചാണ് മാറ്റം വരിക. ഇനി അവസാനത്തത് 5ാമത്തത് ഡാഷ് മൻ യൽഅബു ബിൽ ഖുറത്തി, പന്ത് കൊണ്ട് കളിക്കുന്നത് ആരാണ്? ഇവിടെ ശരിക്ക് ഈ മൻ എന്നത് ഇവിടെ ഇല്ല കേട്ടോ, അത് കൺഫ്യൂഷൻ ആയതാണ്. അതായത് അവിടെ നമ്മളെന്തല്ല അവിടെ മണ്ണ് കൊടുക്കണ്ട, കാരണം ഇവിടെ ഓപ്ഷനിലാണ് മണ്ണ് വേണ്ടത് കേട്ടോ. അപ്പോൾ മൻ എന്നതാണ് കൊടുക്കേണ്ടത്. മൻ യൽഅബു ബിൽ ഖുറത്തി, പന്ത് കൊണ്ട് ആരാണ് കളിക്കുന്നത്? ഓക്കെ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. നുമയ്യിസുൽ മാദി വൽ മുലാരിയ, മാദിയും മുലാരിയും വേർതിരിക്കാൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ മാദി മുലാരിയും പ്രത്യേകം അവിടെ കോളത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഇതിൽ മാദി മുലാരി എങ്ങനെ തിരിച്ചറിയാം? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ഏതൊക്കെ വരിയുടെ തുടക്കത്തിൽ യ ഉണ്ടോ അല്ലെങ്കിൽ ത ഉണ്ടോ അതൊക്കെ എന്തിൽപ്പെട്ടതാണ്? മുലാരിൽപ്പെട്ടതാണ്. അതുപോലെ അതല്ലാത്ത മുഴുവനും മാദിൽപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഹാദ എന്നുള്ള ദഹബ എന്നുള്ളത് ഏതിൽപ്പെടുത്താം? മാദിൽപ്പെടുത്താം അല്ലേ? യാ ഇല്ലല്ലോ. അപ്പോൾ യദ്ഹബുവോ? അത് മുലാരിയിൽ. ഖാല മാദിയിലല്ലേ, തുടക്കത്തിൽ യാ ഇല്ല. അത് പറ്ററിയാത്തവർക്കാണ് കേട്ടോ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. യദ്ഹബു മുലാരിയാണ്. സമിഅ കേട്ടു മാദിയാണ്. യുസല്ലിമു നിസ്കരിക്കുന്നു, അത് മുലാരിയാണ്. ഇനി അടുത്തത് നക്തുബുൽ ജംഅ വൽ മുഫ്രദ. ഇവിടെ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ജംഉം മുഫ്രദും എഴുതാനാണ്. ഇവിടെ ഫസ്റ്റ് നമ്മൾ മുഫ്രദാണ് കൊടുത്തിട്ടുള്ളത്, ഇനി അതിൻ്റെ ജം എഴുതണം. കലമുൻ അതിൻ്റെ ജം അഖ്ലാമുൻ. വറഖുൻ ഇല, അതിൻ്റെ ജം ഔറാഖുൻ ഇലകൾ. അൻത നീ, അപ്പം നിങ്ങൾ എന്ന് പറയണമെങ്കിൽ അൻതും. ഇനി ഇവിടെ ജം ആണ് കൊടുത്തിട്ടുള്ളത് തുല്ലാബുൻ വിദ്യാർത്ഥികൾ. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എന്താ പറയുക? താലിബുൻ വിദ്യാർത്ഥി. ഇവിടെ പിന്നെ ജംഇൻ്റെ ഹും എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാലും വരിക? ഒരാളാണെങ്കിൽ ഹുവ, അതിൻ്റെ ജം ആണ് ഹും. ഇനി അൻത എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വരിക? ശരിക്കും ഇവിടെ തെറ്റിപ്പോയതാണ്, അൻതി എന്ന് വേണ്ടത്. ഇവിടെയാണ് അൻതി എന്നത് ജം അല്ലല്ലോ, മുഫ്രദല്ലേ. ശരിക്കും അവിടെ കൊടുക്കേണ്ടത് അൻതുന്ന എന്നായിരുന്നു. അപ്പോഴാണ് നമുക്കിവിടെ അൻതി എഴുതാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു ചോദ്യപേപ്പറിലെ ചോദ്യം കൂടെ പരിചയപ്പെടാം. നുക്കമ്മിലു ബിൽ മുനാസിബ്, യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. 1 യാ ഇബിനു ഡാഷ് ദാരിസുൻ. യാ ഇബിനു, ഇവിടെ എന്താ ചേർക്കേണ്ടത്? അൻത എന്നാണ്. ഇതെങ്ങനെയാണ് അൻത എന്ന് മനസ്സിലായത്? സിമ്പിളാണ്. ഒന്നാമത്തത് യാ എന്ന് വന്നിട്ടുണ്ട്. യാ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഒരാളോടാണ് യാ എന്ന് കൂട്ടി പറയുള്ളൂ. യാ ബിനു, ഏ മോനെ. അപ്പോൾ അവിടെ പുരുഷനും കൂടി ആയതുകൊണ്ട് അൻത എന്ന് വരിക. ഓക്കെ.
യാ ഇബിനു അൻത ദാരിസു, മോനെ നീ വിദ്യാർത്ഥിയാണ്. 2 യ അബ്നാ ഉ, ഈ മക്കളെ ഡാഷ് ദാരിസൂന, ഇവിടെ എന്താ വരേണ്ടത്? ഹും എന്നതാണോ അതോ അൻതും എന്നതാണോ? ശരിയായത് ഹും അൻതും എന്നതാണ്. ഹും അല്ല അൻതും. യ അബ്നാഉ, കാരണം യാ വന്നിട്ടുണ്ട്, നമ്മുടെ മുമ്പിലുള്ള ആളുകളാണ്. അപ്പോൾ അവിടെ ഹുമ്മു അറിയില്ലല്ലോ. ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുന്നത്? അൻതും. യാ അബ്നാഉ, മക്കളെ, അൻതും നിങ്ങൾ ദാരിസൂന വിദ്യാർത്ഥികളാണ്. ഇനി 3 വ ഉലൈക ഡാഷ് മുഫ്ലിഹൂൻ, അവിടെ ചോദിച്ചത് ഏതാണ്? ഹും, അതൊരായത്തല്ലേ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇനി 4 ഡാഷ് ബൈത്തുക്കും, അവിടെ ചോദിച്ചത് ഐന ബൈത്തുക്കും, നിൻ്റെ വീട് എവിടെയാണ്, നിങ്ങളുടെ വീട് എവിടെയാണ്. ഇനി 5 ഡാഷ് ഇൻദക ദറാജത്തുൻ, അവിടെ ചോദിച്ചതാ ഹൽ. ഹൽ ഇൻദക ദറാജത്തുൻ, നിൻ്റെ അടുക്കൽ സൈക്കിളുണ്ടോ എന്നാണ് ചോദിച്ചത്. അവസാനത്തത് 6 ഡാഷ് അൽ ബിന്തു ഇലൽ മദ്രസത്തി, അവിടെ ഏതാണ് വരിക? തദ്ഹബു എന്നതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ ആകുമ്പോൾ താ ആയിരിക്കും. ഫെയിലിൻ്റെ കാര്യത്തിൽ സംശയം വന്നാൽ മുതാരിയായ ഫെയിലാണെങ്കിൽ അവിടെ താ ആയിരിക്കും തുടക്കത്തിൽ വരിക. തദ്ഹബു അൽ ബിന്തു ഇലൽ മദ്രസത്തി, പെൺകുട്ടി മദ്രസയിലേക്ക് എന്ത് ചെയ്യുന്നു? പോകുന്നു. ഇനി അടുത്തത് 7 ഡാഷ് അൽ വലതു ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് ആൺകുട്ടി എന്ത് ചെയ്യുന്നു? ഡാഷ്, അതേതാ വരിക? യദ്ഹബു, ആൺകുട്ടി ആയതുകൊണ്ട് പുരുഷനല്ലേ, അപ്പം യാ ഉള്ളതാണ് തുടക്കത്തിൽ വരിക. യദ്ഹബു എന്നതാണ് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനമാണ് നുജീബു ഫിൽ ലുഅത്തിൽ അറബിയത്തി, അറബി ഭാഷയിൽ ഇതിന് മറുപടി എഴുതണം. അതായത് ഇവിടെ ചോദ്യമുണ്ട്, മാ ദാലിക, അതെന്താണ്? അപ്പോൾ അതിന് മറുപടി ഇവിടെ നമ്മൾ എഴുതി കൊടുക്കണം. ദാലിക എന്താണ്? ദീക്കുൻ, പൂവങ്കോഴി. ദാലിക ദീക്കുൻ, അത് പൂവങ്കോഴിയാണ്. നമ്മൾ ദജാജത്തുനിന്ന് എഴുതി ഇവിടെ കൊണ്ടുപോയി എഴുതരുത്, കാരണം നമ്മൾ ഈ കോയിനെ മനസ്സിലാക്കണം. കോയിൻ്റെ കണ്ടോ ഇങ്ങനെ പുറകിലേക്ക് തൂവലുണ്ടെങ്കിൽ, അതായത് പാല് പോലെ ഇങ്ങനെ തൂവലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ പൂവും ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ നമുക്ക് ഇത് പുരുഷനാണ്. സ്ത്രീ ആകുമ്പോൾ അതങ്ങനെ ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ, ചെറിയ പൂവായിരിക്കും. ഇത് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവില്ല, അത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ദാലിക്ക എന്ത് എഴുതണം? ദീക്കുൻ എന്ന് എഴുതണം, അത് പൂവങ്കോഴിയാണ്. ഇനി ഐനൽ ഹിറത്തു, പൂച്ച എവിടെയാണ്? നമുക്ക് കാണാം അവിടെ ഒരു മരത്തിൻ്റെ മുകളിലാണ് പൂച്ച നിൽക്കുന്നത്. നമ്മൾ മുമ്പ് അവിടെ പൂരിപ്പിക്കാനുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൽ ഹിറത്തു അല ഷജറത്തി, പൂച്ച മരത്തിൻ്റെ മുകളിലാണ്. ഇനി ഐനൽ കലമു, പേന എവിടെ? ഇയാൾ കാണിച്ചു തരുന്നുണ്ട്, എവിടെയാണ്? അൽ കലമു ഫിൽ ജൈബി, പേന പോക്കറ്റിലാണ്. ഇനി അടുത്ത പ്രവർത്തനം നഖ്റഉ വനുഅയ്യിനു അൽ ഫിഅല വൽ മുളാരിഅ മിനൽ ആതിയത്തി, താഴെ തന്നതിൽ നിന്ന് ഫിഅൽ മുളാരി ഇങ്ങോട്ട് എടുത്തെഴുതണം. അതായത് ഇതിൽ കൊടുത്തിട്ടുള്ള ഫിഅൽ മുളാരികൾ ഏതൊക്കെയാണോ അതൊക്കെ ഇങ്ങോട്ട് എടുത്തെഴുതാം. 1 യഹ്സബു അന്ന മാലഹു അഖ്ലദഹു, ഇതിലേതാണ്? യഹ്സബു. 2 യൗമ ഇദി യസ്തുറുന്നാസു, അവിടെ യസ്തുറു എന്നുള്ളതാണ് കേട്ടോ. ഇനി യജ്ലിസു മാജിദുൻ വയഷ്റബു ഷായ വയഖൂലു അൽഹംദുലില്ലാ, ഇതിലേതൊക്കെയാണ്? 1 യജ്ലിസു എന്നുണ്ട് ഇരിക്കുന്നു, പിന്നെ യഷ്റബു കുടിക്കുന്നു, അതുപോലെ യഖൂലു പറയുന്നു. ഇത് മുഴുവനും മുളാരിയാണ്. ഇതൊക്കെ ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ട ഒരു പ്രവർത്തനമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ നോക്കാൻ പോണത്. നിർബന്ധമായും അധികം വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ, നുക്കമ്മിലുൽ ഫറാഗ, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ. ഇത് നിർബന്ധമായും വരും, അധികം വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഹുവ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ വിട്ടിട്ടുണ്ട്, ഇവിടെ ഇനി വാക്കി എഴുതിയിട്ടുണ്ട്. ഹുവ, ഹുമ, ഹും. ഇവിടെ ഹിയ, ഹുമ, ഹുന്ന. ഇനി അടുത്തത് അൻത, അൻതുമാ,
അൻതും. അൻതി അൻതുമാ അൻതുന്ന. അന നഹ്നു. ഇനി അടുത്ത പ്രവർത്തനമാണ് നുഅരിബ് അറബിയാക്കാൻ. നിൻ്റെ വീട് എവിടെയാണ്? എങ്ങനെ എഴുതുക? ഐന ബൈത്തുക്ക. ഇവിടെ ചോദ്യത്തിൻ്റെ ഫസ്റ്റാണ് വരേണ്ടത്. അതായത് ചോദ്യം എന്താണോ അത് ഫസ്റ്റ് വരണം. ചോദ്യചിഹ്നം ഏതാ അതിൽ? എവിടെ എന്നുള്ളതല്ലേ? ഐന. ഐന. അപ്പോൾ അതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഐന. ഇനി എന്താണ്? ബൈത്തു ക. നിൻ്റെ വീട് എവിടെ? 2. ബാഗ് മേശപ്പുറത്താണ്. അൽ ഹഖീബത്തു അല ത്വാവിലത്തി. ബാഗ് മേശപ്പുറത്താണ്. ഇനി അവസാന പ്രവർത്തനം നുതർജിമു. അർത്ഥം എഴുതി കൊടുക്കണം. യദ്ഹബുൽ വലതു ഇലൽ മസ്ജിദി. ആൺകുട്ടി പള്ളിയിലേക്ക് പോകുന്നു. 2. അൻതുമാ തക്തുബാനി. നിങ്ങൾ 2 പേരും എഴുതുന്നവരാണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.